നിങ്ങളെല്ലാവരും ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ? ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും മനസ്സിലാവണമെന്നില്ല നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന്. അതിനെ ഒറിജിനലായിട്ട് വിളിക്കുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്ന് തന്നെയാണ്. എന്നാൽ നമ്മൾ ബാക്കി എല്ലാ ആപ്ലിക്കേഷനും നമ്മൾ ബീറ്റ വെർഷനാക്കാൻ പഠിച്ചു. അപ്പോഴും നമുക്ക് ഒരു ചോദ്യചിഹ്നമായി കിടന്നു, നമ്മളെ പ്ലേ സ്റ്റോർ ബീറ്റ വെർഷനാക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമ്മളെ പ്ലേ സ്റ്റോറും ബീറ്റ വെർഷനാക്കാൻ പറ്റും. അത് എങ്ങനെയെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ പ്ലേ സ്റ്റോർ ബീറ്റ വെർഷൻ ആക്കുന്നതിന് മുമ്പ് കുറച്ച് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ആദ്യം ഗുണം പറഞ്ഞുതരാം. അതായത് ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് നിരന്തരം അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കും. പ്ലേ സ്റ്റോറിൽ പുതിയ ആപ്പുകൾ നമുക്ക് പെട്ടെന്ന് കിട്ടിക്കൊണ്ടിരിക്കും ബീറ്റ വെർഷൻ വെച്ചിട്ട്. ഇനി അതാണ് ഗുണമെന്ന് പറയുന്നത്. ഇനി ദോഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്ലേ സ്റ്റോറിൽ നമുക്ക് ആപ്പൊക്കെ വന്ന് എന്തെങ്കിലും ബഗ് എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് പ്ലേ സ്റ്റോർ ബീറ്റ വെർഷൻ എടുക്കുന്ന ആൾക്കാണ് അത് പൊതുവായിട്ട് അവച്ച് ചെയ്യുന്നത്, ബാക്കിയുള്ളവർക്ക് അവച്ച് ചെയ്യില്ല. ഇതൊക്കെ നേരിടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോർ അഥവാ പ്ലേ സ്റ്റോറിൽ എങ്ങനെയാണ് നമുക്ക് ബീറ്റ വെർഷനിൽ മാറ്റാൻ പറ്റുന്ന എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു MK ചോയ്സ് യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് അനുസരിച്ച് തന്നെ ചെയ്യുക. ശേഷം ഇവിടെ പ്രൊഫൈൽ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഏത് അക്കൗണ്ടിലോട്ടാണെങ്കിലും പ്രൊഫൈൽ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ജനറൽ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ആൻഡ് ഡിവൈസ് പ്രിഫറൻസസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ കുറച്ച് താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ലിവ് ബീറ്റ പ്രോഗ്രാം എന്നായിരിക്കും കിടക്കുന്നത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ വെർഷനിലോട്ട് ആക്കിയിട്ട് നമ്മൾ സാധാരണ ആപ്ലിക്കേഷനിൽ ചെയ്യും പോലെ അത് ലിവ് ചെയ്യേണ്ട ഓപ്ഷനാണ് അതെന്ന് പറയുന്നത്. നമുക്ക് ആദ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ പ്ലേ സ്റ്റോർ ബീറ്റ വെർഷനിലോട്ട് ആയിട്ടുണ്ട്. പക്ഷേ ഇവർ ലെഫ്റ്റ് എന്നേ കാണിക്കത്തുള്ളൂ, ബീറ്റയിൽ എന്ന് കാണിക്കൂല. ഇപ്പം നമ്മളെ ബീറ്റ ഇതായിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ എന്നുള്ളതാണ് സത്യം. ഇനി നമുക്ക് ബീറ്റ വെർഷനിലായിട്ട് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിവ് ബീറ്റ പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ലിവ് എടുക്കുക. അപ്പോഴും ലെഫ്റ്റ് പ്രോഗ്രാംസ് എന്നേ കാണിക്കത്തുള്ളൂ. അപ്പോഴേ നമ്മളെ ബീറ്റ വെർഷനിലുള്ള പ്ലേ സ്റ്റോർ ആണെങ്കിൽ സാധാരണ വെർഷനിലോട്ട് മാറിയിരിക്കും. ഇങ്ങനെയാണ് അപ്പോൾ നമ്മളെ ഗൂഗിൾ പ്ലേ സ്റ്റോർ അഥവാ നമ്മളെ പ്ലേ സ്റ്റോർ നമുക്ക് ബീറ്റ വെർഷനിലോട്ട് ആക്കുന്നതും സാധാരണ വെർഷനിലോട്ട് ആക്കുന്നതും. ഇത് പലവർക്കും അറിയില്ല എന്നുള്ളത് തന്നെയാണ് വിശ്വാസം അല്ലെങ്കിൽ വാസ്തവം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുക. MK ചോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.